ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമാകുന്ന ഫിറഔൻ റംസീസ് രണ്ടാമത്തേതാകുന്ന അധപ്പതനം തുടങ്ങുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവനെതിരെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ റബ്ബന തുമിസ് അലാ അംവാലിഹിം വസ്ജുദ് അലാ ഖുലൂബിഹിം ഹത്താ യറവുൽ അദാബൽ അലീം. അവന്റെ സമ്പത്ത് മുഴുവനും നീ തകർക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ ഈ ധിക്കാരം കാണിക്കുന്നത്. പടച്ച റബ്ബേ അവന്റെ സമ്പത്ത് മുഴുവനും നീ ഇല്ലാതാക്കണേ അല്ലാഹ്. എല്ലാം നീ തകർത്തെറിയണേ അല്ലാഹ്. വസ്ജുദ് അലാ ഖുലൂബിഹിം അവന്റെ ഹൃദയത്തിൽ നീ കാഠിന്യത കൊടുക്കണേ അല്ലാഹ്. അവനെ നീ പിടിച്ചു നിർത്തണേ റബ്ബേ. അവന്റേതാകുന്ന സർവ്വ അഹങ്കാരത്തെയും നീ ഇതോടുകൂടി തീർക്കണേ അല്ലാഹ്. ഹത്താ യറവുൽ അദാബൽ അലീം വേദനാജനകമാകുന്ന ശിക്ഷ അവന് നീ നൽകണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും അതാ ഫിറഔനും കൂട്ടാളികളും പുറകെ ഓടിക്കുക. സുബ്ഹാനല്ലാഹ്, ചരിത്രം വിശാലമാണ്. ചെങ്കടലിന്റെ പരിസരത്ത് എത്തുകയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചെങ്കടലടിക്കാൻ വേണ്ടി പടച്ച റബ്ബ് പറയുകയാണ്. വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹറ ഫഅത്ബഅഹും ഫിറഔൻ വജുനൂദഹും ബഗിയൻ വഅദ്വാ. അതിശത്രുതയോടുകൂടി അഹങ്കാരത്തോടുകൂടി മൂസാ അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അതാ ഫിറഔനും കൂട്ടാളികളും 10,000 പടയാളികളുമായി അശ്വാരൂഢന്മാരുമായി കുതിരയുടെ പുറത്ത്, ഒട്ടകത്തിന്റെ പുറത്ത്, കഴുതയുടെ പുറത്ത് വലിയ വലിയ വാഹന മുഖത്തോടുകൂടി കടന്നു വരുന്നതാകുന്ന ഫിറഔൻ പാവപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമും ഏതാനും ചില വിശ്വാസികളും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് യാത്ര പറയുകയാണ്. അതാ കടന്നു വരുകയാണ്. ചെങ്കടലിന്റെ പരിസരത്തേക്ക് എത്തിയപ്പോ അല്ലാഹ് പറയുന്ന മൂസാ നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചെങ്കടലിൽ നടിക്കണേ. മുഅ്ജിസത്തിന്റെ അമാനുഷികമാകുന്ന വടി കൊണ്ട് നിലത്തടിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ആ കടൽ ഇരു പാർശ്വങ്ങളിലേക്ക് മാറുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ച റബ്ബ് രണ്ട് വസ്തുക്കളോട് പറയുകയാണ്, ചെല്ലിൻ നിങ്ങൾ വേഗം. ഒന്ന് കാറ്റിനോടാണ്, മറ്റൊന്ന് സൂര്യനോടാണ്. വേഗം തന്നെ കാറ്റ് വരുകയാണ്. അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ കൊണ്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകാരിയാകുന്ന, ലോകത്തെ തന്നെ ഏറ്റവും വലിയ അപകടകാരിയായ അറിയപ്പെടുന്നതാകുന്ന ചെങ്കടൽ, ആ ചെങ്കടൽ ഇരു പാർശ്വങ്ങളിലേക്കും കാറ്റടിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. ഒരു മതിൽ പോലെ മാറ്റി നിർത്തുകയാ. വേഗം തന്നെ സൂര്യന്റെ രശ്മിയുടെ കിരണങ്ങൾ വന്നുകൊണ്ട് ആ കടലിന്റെ അടിയിലേക്ക് വന്നുകൊണ്ട് പതിക്കുകയാണ്. വേഗം തന്നെ കടലിന്റെ താഴ്ഭാഗം ഉണക്കി കൊടുക്കുകയാ. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടാളികളും അതിലൂടെ സുന്ദരമായി ചെങ്കടൽ മുറിച്ചു കടക്കുകയാണ്. ചെങ്കടൽ മുറിച്ചു കടന്നു. ഈ അടുത്ത് നിങ്ങൾ ഒരാഴ്ച മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ വാർത്തയുണ്ടായിരുന്നു, കന്യാകുമാരിയിൽ കടല് നീങ്ങി 50 മീറ്ററോളം ഉൾവലിഞ്ഞു. വാർത്തകൾ വായിച്ചായിരുന്നു? അത് ന്യൂസ് അടിച്ചു നോക്കി നിങ്ങൾ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ 50 മീറ്റർ ഉൾവലിഞ്ഞു കന്യാകുമാരിയിൽ. 50 മീറ്റർ പാറകളൊക്കെ തെളിഞ്ഞു. അവിടെയുള്ള ബോട്ട് സർവീസ് അന്നത്തെ ദിവസം നിർത്തിവെച്ചു. അവസാനം വൈകുന്നേരമായപ്പോഴാണ് അത് വീണ്ടും കൂടിച്ചേർന്നത്. നോക്കൂ നിങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രതിഭാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2023 കാണിച്ചു തരാൻ. 50 മീറ്റർ ഇങ്ങനെ നീങ്ങുന്നത് ആര് നീക്കിയതാ? അല്ലാഹ് നീക്കിയാണ്. അല്ലാതെ മനുഷ്യന്മാരെ നീങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നീങ്ങോ? മനസ്സിലാക്കണം. ഇവിടുന്ന് പടച്ച റബ്ബ് അത് കാണിച്ചു തരികയാണ് നമുക്ക് ഈ ഉമ്മത്തിന് 2023 ദൃഷ്ടാന്തമായി. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാമും സമൂഹവും അപ്പുറത്ത് എത്തുകയാണ്. ചെങ്കടൽ മുറിച്ചു കടക്കുകയാണ്. തൊട്ടുപുറകെ ഫിറഔനും കൂട്ടാളികളും അതാ കടലിലേക്ക് പ്രവേശിക്കുകയാണ്. മാറി നിൽക്കുന്നതാകുന്ന ചെങ്കടൽ കണ്ടു. അത്ഭുതത്തോടുകൂടി തന്നെ അതിനുള്ളിലേക്ക് കടക്കുകയാണ്. എത്രയും വേഗം മൂസയെ പിടിക്കണം. ചിന്തിക്കുന്നില്ല ഈ കടൽ വന്ന് ചേരുമെന്ന്. ഒരിക്കലും അത് ചേരുമെന്ന് ചിന്തിക്കുന്നില്ല. കാരണം ഞാനാണ് രാജാധിരാജൻ, അധികാരത്തിന്റെ പരമോന്നതനാകുന്ന മത്ത് പിടിച്ചതാകുന്ന ഫിറഔൻ നടുക്കളത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അല്ലാഹു പറയുകയാ, കടലേ തിരിച്ചു പഴയതുപോലെ ആകണേ. സുബ്ഹാനല്ലാഹ്, വഅഗ്റഖ
അഗ്റഖ്നൽ ഫിർഔന വജുനൂദഹു ഫിർഔനെയും അവന്റെ സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്കടലിൽ എലിക്കുഞ്ഞിനെ മുക്കിക്കൊല്ലുന്നത് പോലെ നിസാരമായി ഒരു സാദാ സീത എലിക്കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത് പോലെ നിസാരമായി പടച്ച റബ്ബ് കൊന്നുകളയുകയാ ഹത്താ ഇദാ അദ്റകഹുൽ ഖറഖു തൊണ്ടക്കുഴിയിലേക്ക് വെള്ളം ഇങ്ങ് എത്തിയപ്പോ അവസാന ശ്വാസത്തിലേക്ക് എത്തിയപ്പോ മരിക്കുമെന്ന് ഉറപ്പ് വന്നതാകുന്ന സമയത്ത് ഫിർഔൻ എന്ന് പറയുന്ന ഏകാധിപതി ആരാണിവൻ എന്റെ കാൽച്ചുവട്ടിലൂടെയാണ് ഈ വരുന്നതാകുന്ന നൈൽ നദി ഒഴുകുന്നത് എന്ന് അഭിമാന പുരസ്സരം പറഞ്ഞ ഞാനാണ് അധികാരത്തിൻ്റെതാകുന്ന പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ളുന്നത് ഞാനാണ് റബ്ബ് എന്ന കീർവാണം മുഴക്കിയ ഏറ്റവും വലിയ മോശപ്പെട്ടതാകുന്ന വ്യക്തിയല്ലേ തനിക്കെതിരെ നിലകൊണ്ടതാകുന്ന ആളുകളെ ആണിയടിച്ചുകൊണ്ട് ക്രൂശിച്ചവനല്ലേ ലക്ഷക്കണക്കിന് ചെറിയതാകുന്ന ആൺകുട്ടികളെ നിഷ്ഠൂരമായി കൊന്നടുക്കിയവനല്ലേ അവരിതാ വിളിച്ചു പറയുകയാണ് ആമന്തു ബില്ലദീ ബിറബ്ബി മൂസാ വ ഹാറൂൻ ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ ഞാനിതാ ഇസ്രായേലി ജനത വിശ്വസിച്ച ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ റബ്ബാകുന്ന ഏകദൈവ തമ്പുരാനാകുന്ന പടച്ച റബ്ബിനെ കൊണ്ട് അല്ലാഹുവിനെ കൊണ്ട് ഞാനിതാ വിശ്വസിക്കുകയാണ് അവൻ വിളിച്ചു പറയുകയാണ് ബഹുമാനപ്പെട്ടതാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ചരിത്രം പറഞ്ഞു കൊടുത്തതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് നബിയേ അവൻ ഇതിങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി കാരണം പടച്ച റബ്ബ് കാരുണ്യവാനാണ് ഞാനിതാ പടച്ച റബ്ബ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലാഹ് എനിക്ക് പൊറുക്കലിനെ തേടണേ ഞാനിതാ പൊറുക്കലിനെ തേടുന്നു എന്റെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണേ എന്ന് ആ സമയത്ത് വ്യക്തി തൗബ ചെയ്യുന്നതുകൊണ്ട് അല്ലാഹു എങ്ങാനും പുറത്തു കൊടുത്തെങ്കിലോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ ആ രീതിയിൽ വർത്തിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ രീതിയിൽ ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന ഫിർഔനിന്റെ അധപ്പതനം നടന്നതും പരിശുദ്ധമായ മുഹറം 10-നാണ്. ഈ വലിയതാകുന്ന ചക്രവർത്തി ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായി നിലകൊണ്ടവൻ ദുന്യാവിന് വേണ്ടി നടന്നവൻ അവന്റേതാകുന്ന അധപ്പതനം അവന്റേതാകുന്ന കീഴടങ്ങൽ അവനാ ചത്തൊടുങ്ങിയത് ചെങ്കടലിൽ അവനെ കൊന്നത് ഈ പരിശുദ്ധമായ സുദിനത്തിലാണ്. അല്ലാഹു പറയുന്നു ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇന്നേ ദിവസം ഉണ്ടായ സംഭവം ഇവിടെ ശ്രദ്ധിക്കണേ. അല്ലാഹു പറയാൻ ഫല്ലൗ ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇനി വരാനിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, പതിയാങ്കരയുള്ളതാകുന്ന വിശ്വാസികളുണ്ട്. അവർക്കും അന്നുള്ള അവിശ്വാസികൾക്കും അന്നുള്ള നിരീശ്വരവാദികൾക്കും അവിടെയുള്ള യുക്തിവാദികൾക്കും ഇസ്ലാമിനെ ചാനലുകൾ കയറിയിരുന്നു കൊണ്ട് തെറിയഭിഷേകം നടത്തുന്നതായ ആളുകൾക്കുമൊക്കെ ഒരു വലിയ ദൃഷ്ടാന്തമായിട്ട് ഞാൻ അവശേഷിപ്പിക്കുകയാണ് ഇവന്റേതാകുന്ന ശരീരത്തെ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നിന്റെ ശരീരത്തെ നാം ശേഷിപ്പിക്കും, അതിനെ നാം രക്ഷപ്പെടുത്തി സംരക്ഷിക്കും. ഇവന്റെ ശരീരത്തെ അള്ളാഹു കാത്തു സംരക്ഷിച്ചു. ഇന്നും നിങ്ങൾ ഈജിപ്തിൽ നാഷണൽ മ്യൂസിയത്തിൽ പോയാൽ നേർക്ക് നേരെ കാണാം. $20 കൊടുക്കണം അവനെ കാണാൻ. $10 ലൈബ്രറി കയറുന്നതിന്, അവന്റെ പൂമുഖം ദർശിക്കുന്നതിന്. പൂമുഖം എന്ന് പറഞ്ഞത് കളിയാക്കി പറഞ്ഞത്, ദർശിക്കുന്നതിന് $10 കൂടി. അങ്ങനെ $20 കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ഞാൻ കണ്ടു. അവന് നേർക്ക് നേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ കാണാൻ തൗഫീഖ് തരട്ടെ. എന്തിനാത്? നബിയെ സിയാറത്ത് ചെയ്യുന്ന പോലെ അല്ല, മഹത്തുക്കളെ സിയാറത്ത് ചെയ്യുന്ന പോലെ അവനെ പോയി സിയാറത്ത് ചെയ്യാനല്ല, മറിച്ച് ആ ഹൈവാനെ ഒന്ന് കണ്ടിട്ട് 2 വാക്കൊന്ന് സംസാരിക്കാൻ. ഒരു ദൃഷ്ടാന്തമാണത്, ഇന്നും ജീവിച്ചിരിക്കുന്ന ദൃഷ്ടാന്തം. ഇന്നും ഈ സമൂഹത്തിൽ യുക്തിവാദികളില്ലേ, നിരീശ്വരവാദികളില്ലേ, യുക്തിവാദികളില്ലേ, ഇസ്ലാമിനെതിരെ കൊഞ്ഞണം കുത്തുന്നവരില്ലേ. എന്നാൽ ഖുർആനിന്റെ സൂറത്ത് യൂനിസിലെ ഈ അധ്യായം ഇന്നും ജനങ്ങൾക്ക് വലിയതാകുന്ന പാഠമാണ്. ഈ സൂക്തം എന്നെന്നും നിലനിൽക്കും. ജനങ്ങളിൽ അധിക ആളുകളും ഈ ദൃഷ്ടാന്തത്തെ തൊട്ട് അശ്രദ്ധരാണ്. ശരിയാണ്, ആരും ചർച്ച തന്നെ ചെയ്യുന്നില്ല. വേറെ ഏതെങ്കിലും മതത്തിനാണെങ്കിൽ ഇന്നും ചർച്ച ചെയ്താൽ. നിങ്ങൾക്കറിയുമോ ഇവന്റേതാകുന്ന ബോഡിയെ കണ്ടെത്തിയത് എപ്പോഴാണെന്നറിയുമോ? ഈ സംഭവം നടക്കുന്നത് BC 1235-ലാണ്. BC 1235. അതിനുശേഷം AD 1881-ലാണ് ഇവന്റെ ബോഡി കണ്ടെടുക്കുന്നത്. അഥവാ ഏകദേശം 3116 വർഷങ്ങൾക്ക് ശേഷം. ശരിക്കും പഠിക്കണേ, ശരിക്കും മനസ്സിലാക്കി.
ഇവന്റേതാകുന്ന ബോഡിയെ കടലിന്റെ ആഴിയിൽ നിന്ന് ചെങ്കടലിൽ നിന്ന് കണ്ടെടുക്കുന്നത് എപ്പോഴാണ്? 3116 വർഷങ്ങൾക്ക് ശേഷം. ഒരു കേടുപാടുമില്ല. 1908 ഇവന്റേതാകുന്ന ശരീരത്തെ അന്ന് ജീവിച്ചിരുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ അദ്ദേഹം പരിശോധന നടത്തി. സ്മിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുന്നു, വല്ലാത്ത അത്ഭുതം, ഖുർആൻ പറഞ്ഞത് സ്ഥിരപ്പെട്ടിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് പോലും ഒരു കേടുപാടുമില്ല. ഇന്നുകൊണ്ട് മ്യൂസിയത്തിൽ പോയി നോക്കണം. ഈജിപ്തിൽ വലിയ മ്യൂസിയമാണ്. ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ വലിയ പഠനത്തിന് ഉപകരിക്കുന്ന. ഇതിൽ നിന്ന് ദരിദ്രനായി വന്നവൻ അവൻ ഈജിപ്തിന്റെ ഭരണം കയ്യേറിയത് എങ്ങനെ? അള്ളാഹു പറഞ്ഞു, 2 ക്വാളിറ്റി അവനുണ്ടായിരുന്നു മൂസ. ആ 2 ക്വാളിറ്റി ഉമ്മത്തിനുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുണ്ടായാൽ നമ്മൾ വിജയിച്ചു. 2 ക്വാളിറ്റി അവനുണ്ടായി, ഒരുപാട് ദുശീലങ്ങൾ ഉണ്ടായി, അതുകൊണ്ടാണ് അവൻ തകർന്നത്. നമുക്ക് അവനുണ്ടായ 2 ക്വാളിറ്റി നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് കിഴക്ക് വെള്ള കയറിയാൽ, സൂര്യന് കിഴക്കുദിച്ചാൽ പിന്നെ ഫിർഔൻ ഉറങ്ങൂല. നമ്മൾ നായയെ ഭയങ്കര കുറ്റം പറയും, പക്ഷെ നായയുടെ തനി സ്വഭാവമാണ് നമുക്കുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നായ ഇവിടെ വന്ന് കേട്ടോണ്ടുണ്ടാവും. 3 മണിയാവുമ്പോ സംഭവം നായ ഉറങ്ങും. നമ്മൾ 3 മണിയാവുമ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ചാറ്റിംഗ് ഒക്കെ ഒഴിവെച്ച് ടാറ്റാ ബൈ ബൈ ഉറങ്ങും. പിന്നെ പിറ്റേ ദിവസം 8 മണിക്ക് എഴുന്നേക്കുന്നത്. തഹജ്ജുദില്ല, സുബ്ഹിയില്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബ്ഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ഉസ്താദിന്റെ വരികളാണ്, പഠിച്ചു വെക്കണേ. എനിക്ക് ജീവിതത്തിൽ ബറക്കത്ത് വേണമെന്ന് ആശ വേണോ? ജോലിയിൽ ബറക്കത്ത് വേണോ? സമ്പത്ത് വർധന വേണോ? മക്കള് സ്വാലിഹീങ്ങളാണോ? കുടുംബത്തിൽ ഐശ്വര്യം വേണോ? എങ്കിൽ സുബ്ഹി കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബ്ഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ബറക്കത്ത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന മക്കളെ, അങ്ങനെ ഒരാളും ആഗ്രഹിക്കാറില്ല. അങ്ങനെ ആഗ്രഹമുള്ളവർ സുബഹിക്ക് ശേഷം ഉറങ്ങിക്കോ. തഴവ ഉസ്താദിന്റെ വരികളാണ്. ഇന്ന് നമ്മുടെ തലമുറ നിലനിർത്തി പോരുന്ന ഒരു അമലുണ്ടെങ്കിൽ 100 വട്ടം സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഒന്നുമല്ല. മോനെ, റമദാൻ മുതൽ നീ ചെയ്യുന്ന അമലേതാ? സാധാ റമദാൻ കഴിഞ്ഞ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് അരമണിക്കൂർ ഉറങ്ങും. അന്ന് മുതൽ ചെയ്തു വന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഞങ്ങൾക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സുബഹി കഴിഞ്ഞ് ജമാഅത്തായിട്ട് ഉറങ്ങും. അല്ലാഹു നമ്മളെ കാക്കുമാറാണ്. എന്നാ തുടങ്ങി വെച്ചത് റമദാനിൽ തുടങ്ങിയ ഒരു ശൈലി നമ്മൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുവരിക. ഇന്നിപ്പോ രാവിലെ ഉറങ്ങി, എന്നാ തഹജ്ജുദ് നിസ്കരിച്ചാണോ? ഒന്നുമല്ല, രാവിലെ അത്താഴം കഴിച്ചു. 3 പൊറോട്ട 4 ചിക്കൻ കറി അടിച്ചിട്ട് മിനി കിടന്നുറങ്ങി. ഫുഡ് കഴിച്ചാൽ സാധാരണ ആരോഗ്യം വരിക വേണ്ടത്. നമ്മുടെ കേരളീയ സ്വഭാവം എന്താണ്? ഒരു ബിരിയാണി പോയി കഴിച്ചാൽ, ഓടിത്തുരുത്തി പോയി കഴിച്ചാൽ, ഞായറാഴ്ച ദിവസം ഫുഡ് കഴിച്ചാൽ പിന്നെന്താ പരിപാടി? ഉറങ്ങണം. 2 അന്നത്തെ അസർ പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുബഹി കഴിഞ്ഞ് ഉറക്ക. അതുകൊണ്ടാണ് മക്കൾക്കൊന്നും ബറക്കത്തില്ലാത്തത്. നമ്മുടെ മക്കളൊക്കെ തേരാപ്പാരെങ്കിലും നടക്കുക, ജോലിയില്ല, കൂലിയില്ല. പഠിച്ചു, +2 കഴിഞ്ഞു, BA കഴിഞ്ഞു, എമ്മാകുന്ന അഭിവൃദ്ധിയിലേക്ക് അദ്ദേഹം എത്തി. മാമികൾ രേഖപ്പെടുത്തുക. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതിരാവിലെയാണ് ബിസിനസ്സിന് ഇറങ്ങേണ്ടത്. അതിരാവിലെ ഇറങ്ങി മഴയല്ലേ കഴിയട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിച്ചു കിടക്കും. രാവിലെ ഇറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലയോ? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എൻ്റെ സമുദായത്തിന്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തതാകുന്ന ആ ഒരു അവസരം, ആ ഒരു ബറക്കത്ത് പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്ക് നേടിയെടുക്കണ്ടേ സോദരാ. അതിരാവിലെ തുടങ്ങണം നല്ല അമലുകൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2 നിർത്താൻ ഇതും കൂടെ പറഞ്ഞിട്ട് ദുആയിലേക്ക് കിടക്കാം. എന്താ രണ്ടാമത്തത്? ഒരു ഭക്ഷണത്തെയും നിസ്സാരപ്പെടുത്തൂല. ആര്? ഫിർഔൻ. കുതിരപ്പുറത്ത് ഇങ്ങനെ പോവാൻ. അപ്പൊ ഇവിടെ എന്താ കിടക്കുന്നതായിട്ട് കണ്ടു. നോക്കുമ്പോ അതൊരു റൊട്ടിക്കസാണ്. ഫിർഔൻ ചാടി ഇറങ്ങും. അല്ലാഹു ശപിച്ചവനാണ്. പക്ഷെ എന്നിട്ടും അവന്റെ നന്മയാർന്ന ഒരു പ്രവർത്തനം അല്ലാഹ് പറയാൻ ഇറങ്ങിയിട്ട് ആ റൊട്ടിക്കസ് ഇങ്ങനെ പകുതിയുള്ളു, ആരോ കഴിച്ചിട്ട് ചവച്ചു ഉപ്പിട്ടേ അതെടുക്കും. ആ നിലത്ത് ഭയങ്കര തിരക്കാ, പടയാളികൾ ഇങ്ങനെ പുറകെ ഉണ്ട്.
അതിന്റെ പൊടിപടലകൾ ഇങ്ങനെ കൊണ്ട് മരുഭൂമി ഇങ്ങനെ തത്തിക്കളിക്കുമ്പോഴും ഇവൻ ഇറങ്ങിയിട്ട് ആ ഇത് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ആ പൊടി ഇങ്ങനെ തട്ടിക്കളയും. അവന്റെ വസ്ത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെതാകുന്ന പൊടി തട്ടിയിട്ട് അത് സൂക്ഷിക്കും. ഒന്നില്ലെങ്കിൽ അവൻ കഴിക്കും, അല്ലെങ്കിൽ കൂടെയുള്ളവർ കഴിക്കും. നമ്മളോ ചോറിങ്ങനെ വിളമ്പി ഇടുമ്പോ തന്നെ 2 തവി ഇവിടെ പോയിട്ടുണ്ട് ഹാജിയാര്. നമ്മളത് എടുക്കാന്ന് കാശ് ഇഷ്ടം പോലെ ഇരിക്കും, ലക്ഷക്കണക്കിന് രൂപ. അല്ല, ഒന്നാം തരം സുപ്ര വിരിച്ചിരിക്കും, ഇതിനകത്തോട്ട് ഒരു വറ്റി വീണുമ്പോൾ അതിങ്ങ് എടുക്കണ്ടേ? എടാ, മണ്ണി വീണാൽ തന്നെ അതെടുത്ത് കഴുകി കഴിക്കണ്ടേ? ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. തഴവാ ഉസ്താദിന്റെ വരികളാണ്. ഈ വരി നിങ്ങൾ അവിടെ ഇവിടെ നോക്കിയാൽ മുവാജിലിയാരൊന്നും കിട്ടൂല. ഇത് സ്വന്തം ഭാര്യയ്ക്ക്, എൻ്റെ ഉമ്മാടെ ഉമ്മാക്ക് എഴുതിയ കത്തിലുള്ള വരികളാണ്. മലബാറിലേക്ക് വാതിന് പോകുമ്പോ സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതും. ആ കത്തിലുള്ള വരികളാണ്. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് എഴുതുന്ന കത്താണ്. 60-70 ദിവസമാണ് തുടർച്ചയായിട്ട് വാത്. കോഴിക്കോട് കൊച്ചിച്ചിറയിൽ പോയി 67 ദിവസം തുടർച്ചയായി വാത് പറഞ്ഞു, ഈമാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി. എത്ര ദിവസം? 2 മാസവും ചില്ലറ ദിവസവും. വാത് കഴിഞ്ഞോ? ഇല്ല. ബഹുമാനപ്പെട്ടവരുടെ വാത് അത്രമാത്രം സ്വീകാര്യതയായിരുന്നു. എന്നിട്ടും വിഷയം തീർന്നില്ല. പിറ്റത്തെ കൊല്ലം 1 മാസം കൂടി ഡേറ്റ് കൊടുത്തിട്ടാണ് ഈമാൻ എന്നൊരു വിഷയം സംസാരിച്ചു തീർന്നത്. ഇങ്ങനെ ലോകത്ത് പ്രസംഗിച്ച നമ്മുടെ അറിവിൽ ഒരു പണ്ഡിതനില്ല. അള്ളാഹു ഒരിടത്ത് ഈ ദറജ ഉയർത്തുമാറാവർ. നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മനസ്സിലാകുന്നുണ്ട്? 2 മാസമൊക്കെ തുടർച്ചയായിട്ട് ഒരു വിഷയം വെച്ച് വാദം പറയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. 2-3 വരിയും കൂടെ പാടിയ കൊള്ളാം. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ എന്താ? കഥകടയ്ക്കാതെ ആദ്യം കൊടുക്കാണ്. കത്തിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ്? കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും. അടുത്ത് ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കാര്യമോ ശരിയാ, പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. പശുവിനൊക്കെയുമേ നിത്യമിൽ കാടി നൽകണമേ, അവയുടെ ദാഹമൊക്കെ ശരിക്ക് തീർത്ത് വിശപ്പടക്കിടണേ, വാജിബ് തന്നിതോർത്തിടണേ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പറയാൻ, ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. അതൊരൊറ്റ വറ്റ് പോലും കളയാതെ കഴിക്കണം. അതിലാണ് ബർക്കത്ത്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ? ഇന്നത്തെ വൈകിട്ടത്തെ ഭക്ഷണം നമ്മൾ പറയല്ലോ, ഉസ്താദേ എത്ര കിട്ടിയാലും കൊണ്ട് മതിയാകുന്നില്ല. അതെന്താ കാരണം എന്നറിയോ? അന്നത്തെ ബഹുമാനിക്കാത്തവനെ അന്നം തരുന്ന അള്ളാഹു ബഹുമാനിക്കില്ല, നിന്ദിക്കും. അന്നത്തെ നിന്ദിക്കുന്നവനെ അന്നം തരുന്ന അള്ളാഹു നിന്ദിക്കും. അതാണ് ഈ സമുദായത്തിലുണ്ടായ നാശം. നമ്മളിന്ന് വേസ്റ്റ് ആക്കാണ്, ഇഷ്ടം പോലെ വേസ്റ്റ് ആക്കുക. നല്ല വൃത്തിക്ക് വിളമ്പാനാണ് ഒരുത്തനെ ശമ്പളം കൊടുത്തിട്ട് വിളമ്പാനായിട്ട് ഞായറാഴ്ച ദിവസം നിർത്തിയത്, സർവീസ്. എന്നിട്ട് അവന്റെ വിളമ്പലം 2 കഷ്ണം ഉടുപ്പേരും നിർമ്മിച്ചു ഹലാക്ക്. 5 ദിവസത്തേക്ക് ഇടാൻ വേണ്ടി ഇട്ട കമ്മീസാണ്. അവൻ ഒറ്റ ദിവസം കൊണ്ട് ഹറാബാണ്. മലയാളി കാശുകാരൻ. ഫിരൗൻ 2ാമനാണ്, നല്ല കാശുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല.
2 പീസ്. കോഫി, ചായ, ഇടിയപ്പം, മൊറോട്ടി, പത്തിരിയപ്പം, ദോശ, പൊട്ട്, ഇറച്ചി, മൊട്ടോസ്, കിഴങ്ങ്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖിയൻ, ബോളി, വെപ്പളകൂടി, ജിലേബി, അൽബൂരി, മിച്ചർ, ഹൽവ, പിടിച്ചോ. എല്ലാ സാധനവും കൊടുക്കും. ഇതെങ്ങനെ പഠിച്ചത്? ഞാൻ പണ്ട് കരുനാഗപ്പള്ളി പഠിക്കുമ്പോൾ തഴവായിലവിടെ ഓതുമ്പോൾ അവിടെ ചോദ്യത്തെന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. ഇപ്പം രാവിലെ സുബഹി കഴിഞ്ഞിട്ട് അവിടെ ചായ കുടിക്കാൻ വേണ്ടി എവിടെയാണ് പോടുന്നത്. ദർസിലെ കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ് അവിടെ. അപ്പോൾ അവിടെ ബോർഡ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ ബോർഡ് ഇങ്ങനെ നോക്കി എല്ലാ ദിവസവും ഇതിങ്ങനെ കാണുമല്ലേ. അങ്ങനെ ഹിഫ്ള് ചെയ്ത് പഠിച്ചു. കാരണം ഇത് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ ജോലിയൊന്നും ഇല്ലെങ്കിലും ഹോട്ടലിൽ പോയി നിന്നെങ്കിലും കാര്യങ്ങൾ നടക്കണ്ടേ, അതിനുവേണ്ടി പഠിച്ചു വെച്ച്. അള്ളാഹു നമ്മളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ ധൂർത്തും ദുർവയവും ഇന്നത്തെ സമൂഹത്തിൽ വല്ലാതെ കൂടിയിരിക്കുകയാണ്. അത് വലിയ വിഷയം തന്നെയാണ് കേട്ടോ, നിസ്സാര വിഷയമല്ല. ഭക്ഷണത്തെ നിസ്സാരപ്പെടുത്തിയിരുന്നു. ഒരല്പം വെള്ളമാണെങ്കിൽ പോലും മക്കളോട് ഇരുന്ന് ബിസ്മിദില്ല കൃത്യമായി നിയ്യത്ത് വെച്ച് കുടിക്കാൻ. നിസ്സാരമാക്കരുത്. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ അവസ്ഥ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. ആ എല്ലാ തരത്തിലേക്കും പൂർത്തിയാക്കണമെങ്കിൽ അന്നത്തെ ബഹുമാനിക്കും, എങ്കിലേ അന്നം തരുന്ന അള്ളാഹു നമ്മളെ ബഹുമാനിക്കുള്ളൂ. ഫിർഔനിലുണ്ടായ ക്വാളിറ്റി അതാണ് എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞതായി മൂസാ നബി അലൈഹിസ്സലാം മനസ്സിലാക്കി. നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടാക്കണം. അതിനാണ് ഇപ്പൊ ഈ ദിവസം എന്നത് പറഞ്ഞത്. അള്ളാഹു നമുക്ക് ആ ക്വാളിറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അതിലൂടെ അവനിലുള്ളതാകുന്ന എല്ലാ ദുശീലങ്ങളും, അഹങ്കാരവും, കിബറും അതൊക്കെ മാറ്റണം. ആഖിറത്ത് ലക്ഷ്യം വെച്ച് അള്ളാഹുവിന് തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തുക. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون. ഈമാനിന്റേതാകുന്ന അചഞ്ചലമാകുന്ന അവസ്ഥയിലേക്ക് നീ എത്തിപ്പെടുമ്പോഴാണ് ഫിർഔനും കൂട്ടാളികളും ക്രൂശിക്കുമ്പോഴും കൊണ്ടുവന്ന് പച്ചയ്ക്ക് കൊണ്ടുവന്ന് പലയിലേക്ക് കൊണ്ടുവന്ന് ആണിയടിക്കുമ്പോഴും വിളിച്ചു പറയുകയാണ് ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ. ഞങ്ങളെ മൂസാ നബിയുടെയും ഹാറൂനിന്റെയും റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന വഹ്ദാനിയത്തിലേക്ക് മുസ്ലിമേ നീ എപ്പോഴാണ് കടന്നു വരുന്നത്? ഏത് അധികാരത്തിലേക്ക് ആര് വരട്ടെ, ഏതൊക്കെ നിലയിൽ മുസ്ലിമേ നിന്നെ ക്രൂശിക്കട്ടെ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി നിന്റേതാകുന്ന എല്ലാ അവസ്ഥകളിലും പ്രയാസപ്പെടുത്തട്ടെ, അപ്പോഴൊക്കെ അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിൽ അടിയുറച്ച് നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയ ഈമാൻ നിന്റെ ഹൃദയത്തിലുണ്ടാവട്ടെ. അല്ലാഹു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നൽകിയ ഈമാൻ നിന്റെ ഹൃദയത്തിലുണ്ടാവട്ടെ. സുഹദാക്കളാകുന്ന സഹാബത്തിന് പടച്ച റബ്ബ് കൊടുത്തതായ ഈമാൻ നിന്റെ ഹൃദയത്തിലുണ്ടാവണം. ഒരു നിലയ്ക്കും നീ ഈമാൻ കളഞ്ഞു കുടിക്കാൻ പാടില്ല. വകാനൂ യത്തഖൂൻ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നമസ്കാരങ്ങളെ ചിട്ടവെച്ച്, നോമ്പുകളെ കൃത്യത വെച്ച്, സക്കാത്തുകളെ കൊടുത്തു വീട്ടി, പാവങ്ങളുടെ കണ്ണീരൊപ്പി, നിരാലംബർക്ക് അവലംബമായി, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്ത്, യതീമീങ്ങളെ പരിപൂർണമായി സംരക്ഷിച്ച്, പാവപ്പെട്ട അനാഥ മക്കളെ സംരക്ഷിച്ച്, പാവപ്പെട്ട വിധവകൾക്ക് പരിപൂർണമായി സംരക്ഷണം കൊടുത്ത്, നാട്ടിലുള്ള പട്ടിണി പാവങ്ങൾക്ക് പരിപൂർണമായി അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഞാൻ ശ്രദ്ധ ചെലുത്താമെന്ന് പറഞ്ഞുകൊണ്ട് നിലകൊണ്ട് പള്ളിയുടെയും മദ്രസയുടെയും വിഷയങ്ങളിലൊക്കെ പരിപൂർണമായി മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭയത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുന്നവരെ, അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം പുലർത്താതെ, അന്യപര പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം സ്ത്രീകൾ പുലർത്താതെ ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കണ്ണിനെ, കാതിനെ, ശരീരത്തിന്റെ അവയവങ്ങളെ പരിപൂർണമായി കൂച്ചുലങ്ങിട്ടുകൊണ്ട് ജീവിക്കുന്നവരെ, അവരാണ് യഥാർത്ഥ അള്ളാഹുവിന്റെ വിലായത്ത് എത്തിച്ചവരെന്ന് പരിശുദ്ധമായ ഖുർആൻ. അത്തരത്തിലുള്ള മഹോന്നതരല്ലേ പതിയാങ്കര ഉസ്താദ്. അതുകൊണ്ടല്ലേ ഈ നാട് ഒട്ടാകെ അവരെ ഏറ്റെടുത്തത്. ഈ സമൂഹത്തിലും സമുദായത്തിലും എന്തിനേറെ ഇതര സമുദായത്തിലുള്ള ആളുകൾക്ക് വരെ ഗുണകാംക്ഷകരായി വർത്തിച്ചിരുന്നവരല്ലേ കുഞ്ഞഹമ്മദ് ഉസ്താദ്. അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ. അവർ കാണിച്ചു തന്ന ഈമാനിന്റെ തായ്വഴി അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ
എല്ലാവർക്കും അറിയാം, നമ്മുടെ മദ്രസയിൽ വെച്ച് വിവാഹത്തിന്റെ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ ഡെസ്കിന്റെയും അതുപോലെ തന്നെ കസേരയുടെയും ഒക്കെ എണ്ണം വളരെയേറെ കുറവാണ്. നമുക്കൊരു 200 കസേര കിട്ടണം. ഒരു കസേരയ്ക്ക് 300 രൂപയാണ്. ആരാ ഈ സദസ്സിൽ നിന്നൊരു 10 കസേര ഞാൻ തരാമെന്ന് തുടക്കത്തിൽ തന്നെ ആദ്യം പറയുന്ന ആരാ? നല്ല നിയ്യത്തിലൊന്ന് കൈയുറത്തിക്കുക. 10 കസേര എന്ന് പറയുമ്പോൾ 3000 രൂപയുള്ള ചെറിയ തുകയാണ്. പറയും മാഷാ അല്ലാഹ്. പേര് പറയും. അബ്ദുസ്സലാം. ഒരാളിവിടെ ഈ സെന്ററിൽ നിന്നാ സൗകര്യവും റാഹത്തായിട്ട്. അബ്ദുസ്സലാം, അൽഹംദുലില്ലാ, അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ, നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയെ സ്വീകരിക്കണേ അല്ലാ, പാരത്രികമാകുന്ന ലോകത്ത് ഈ സദഖയുടെ വലിയ വിജയം നസീബാക്കണേ അല്ലാ. സമയമില്ല നമുക്ക്. നല്ല നിയ്യത്തിൽ ആരാ ഉള്ളത്? പുരുഷന്മാരുടെ ഭാഗത്ത് രണ്ടാമതായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വലിയ തുകയൊന്നുമില്ല, ഒരു 10 കസേര ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നാൽ മതി. ആരാ ഉള്ളത്? സ്ത്രീകളുടെ ഭാഗത്ത് നോക്കണം. ഒന്ന് നോക്കി ഇൻഷാ അല്ലാഹ്. ഉണ്ട് നല്ല നിയ്യത്തിൽ പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 10 കസേര ഉസ്താദ് ഞാനിതാ എന്റെ വകയായിട്ട് ഞാൻ നൽകാമെന്ന് പറയാം. ആഖിറത്തിലേക്ക് ഉപയുക്തമായ ഒരു സദഖയായി നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലാണ് പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. പതിയാങ്കര ഉസ്താദിന്റെ ദറജ ഉയർത്തുന്നതിനോടൊപ്പം അള്ളാഹു നൽകുന്നവർക്ക് ഉസ്താദിനോടൊപ്പം സ്വർഗപ്രവേശനത്തിന് നീ സാധ്യമാക്കണേ അല്ലാ, നീ സാധ്യമാക്കണേ അല്ലാ, അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ, അല്ലാഹു നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, നീ ഖബൂലിയത്ത് നൽകണേ അല്ലാ, ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയെ സ്വീകരിക്കണേ അല്ലാ. ബാലഗൽ മുദാഹു ഫി ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിഅശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 2 ആഴ്ച പിന്നിടുന്ന സമയമാണ്. അല്ലാഹു ആ ഉമ്മയുടെ ദറജ ഉയർത്തണേ അല്ലാ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. തന്റെ പൊന്നമോനെ തനിക്ക് വേണ്ടി ചെയ്യുന്ന അവര് കണ്ടുകൊണ്ട് ഖബറിൽ ആനന്ദിക്കാനുള്ള തൗഫീഖ് ആ ഉമ്മാക്ക് കൊടുക്കണേ അല്ലാ. ഖബറുള്ള അവസ്ഥ നിനക്ക് മാത്രമാണ് അറിവുള്ളത് റബ്ബേ, പ്രകാശം ഇട്ടുകൊടുക്കണേ അല്ലാ. ആരോരുമില്ലാതെ ചെന്ന് കിടക്കേണ്ട ഭവനമല്ലേ ഖബർ. വാപ്പയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകും പെങ്ങളെ. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ നാദാ. അബ്ദുറഹ്മാൻ സാഹിബിന് ഉമ്മയിലൂടെ ഖബൂലിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. കബീർ അൻവരിദ അവിടെ ഒരു ജലീൽ അബ്ദുൽ കബീർ അൻവരി, മാഷാ അല്ലാഹ്. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ അല്ലാഹ്, നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാഹ്, ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഈ സദസ്സിന്റെ തുടക്കം മുതലുള്ളതാകുന്ന ആലിമാണ് അല്ലാഹു. ഒരു സാധാരണ വ്യക്തിത്വത്തെ പോലെ സദസ്സിലിരിക്കുന്ന വ്യക്തിയാണ്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ഇൽമിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ, ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. പാരത്രികമാകുന്ന ലോകത്ത് വലിയ വിജയം നസീബാക്കണേ അല്ലാഹ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെട്ടതാകുന്ന പവിത്രമായ ആശുറായിന്റെ സുദിനത്തിൽ ഞങ്ങൾ നിലകൊണ്ടുകൊണ്ട് ചോദിക്കുന്ന റബ്ബേ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള മഹാസൗഭാഗ്യം അദ്ദേഹത്തിന് നസീബാക്കണേ അല്ലാഹ്, നസീബാക്കണേ അല്ലാഹ്. അബ്ദുൽ ജലീൽ, അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ. കാശക്തി പൗർവാധികം ഭംഗിയാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. മാനസികമായ ഒരുപാട് വിഷമങ്ങൾ ഉണ്ട് റബ്ബേ, എല്ലാ വിഷമങ്ങളും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായി തീർത്തു കൊടുക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയെ സ്വീകരിക്കണേ അല്ലാ. ഒരാളോട് പോലും 1 രൂപ പോലും കടമില്ല
ഇല്ലാതെ നല്ല രീതിയിൽ ജീവിച്ച് മരിക്കുന്ന സമയത്ത് ജനങ്ങൾ മുമ്പാകെ 10 പേരെ കൊണ്ടെങ്കിലും നന്മ പറയിക്കാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല സാലിഹായ മനുഷ്യനായിരുന്നു എന്ന് സ്ത്രീകളും പുരുഷന്മാരും അടക്കം പറയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തെയും കുടുംബത്തെയും നീ എത്തിക്കണേ അല്ലാഹ്. നല്ല നിയ്യത്തിൽ പറയുന്ന അല്ലാഹു സ്വീകരിക്കണം. സിയാദ് തൃക്കുന്നപ്പുഴ മാഷാ അല്ലാഹ്. സിയാദ് അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖാഫമാ താബഉ വിദാദി താഹ താലിയല്ലി താലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. തൃക്കുന്നപ്പുഴയിലുള്ള സിയാദ് എന്ന സഹോദരന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഖൈർ കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയാക്കണേ അല്ലാഹ്. പതിയാങ്കര ഉസ്താദിനോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അദ്ദേഹത്തിനും കുടുംബത്തിനും ഈ സദഖയിലൂടെ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്ത് വിഷമങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ അത് തീർത്തു കൊടുക്കണേ അല്ലാഹ്. കടമില്ല ജീവിതം നൽകണേ റബ്ബേ. പലിശരഹിതമാകുന്ന ജീവിതം നസീബാക്കണേ അല്ലാഹ്. ആഖിറത്തിന് വേണ്ടിയുള്ള സമ്പാദ്യത്തിലേക്ക് ഈ സദഖയെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. സഫിയത്ത് എന്ന സഹോദരി അബ്ദുറഹ്മാനിന്റെ സഹോദരന്റെ ഭാര്യയാണ്. അല്ലാഹു നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. സ്ത്രീകൾക്കിടയിൽ ആദ്യമായി പറയുന്ന സംഭാവനയാണ്. ആയിരക്കണക്കിന് സഹോദരിമാരാണ് ഈ ബറക്കപ്പുറത്ത് വന്നു ചേർന്നിട്ടുള്ളത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരില്ലേ, എല്ലാ ദിവസവും സുബൈക്ക് ശേഷം റൂഹെ ബയാൻ മജ്‌ലിസിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങന്മാരുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണേ. ആഖിറത്തിന് വേണ്ടി ഒരു സദഖയൊന്ന് കൊടുക്കണേ അല്ലാഹുവേ. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സഫിയത്ത് എന്ന സഹോദരിയുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. പ്രത്യേകം അവർ നിയ്യത്ത് വെച്ചിട്ടുള്ളവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി അവരുടെ സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. തന്റെ പൊന്നമോള് തനിക്ക് വേണ്ടി ചെയ്തതാകുന്ന അമല് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ സർവർക്കും നീ നസീബാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ശൈഖുനയോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്തുണ്ടല്ലോ 10 കസേര 5 കസേര ഒക്കെ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. നല്ല നിയ്യത്തിൽ കൊടുക്കൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഷരീഫ് ഷാഫി പാനൂര് മാഷാ അല്ലാഹ് മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാം. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ. ഖബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ദറജ ഉയർത്തണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന സർവർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീക്കണേ അല്ലാഹ്. കടബാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങളുടെ പ്രാർത്ഥന അവരുടെ വിഷയത്തിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. സക്കീർ പോച്ചീർ ഉമ്മാക്ക് വേണ്ടി ദ്വാരക 10 കസേര ഇനിയുണ്ട്. നല്ല നിയ്യത്തിൽ 200 കസേരയാകണം. വേഗം അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ. കബൂലാക്കണേ അല്ലാഹ്. സക്കീർ എന്ന സഹോദരന്റെ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. ഇത് ആഖിറത്തിലേക്ക് കൊടുക്കുന്ന സദഖയായി നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കൊടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ടുകൾ ചെറുപ്പക്കാരാ നീ കൊടുക്കുന്ന കസേര, അതിൽ വന്നിരിക്കുന്ന ആളുകളിലൂടെ കിട്ടുന്നതായ വരുമാനം, അതിലൂടെ കിട്ടുന്നത് പള്ളിക്കും മദ്രസയ്ക്കുമുള്ളതാണ്. നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കൊടുക്കണേ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയാണ് അല്ലാഹുവേ. നീ സ്വീകരിക്കണേ അല്ലാഹ്. പാരത്രികമാകുന്ന ലോകത്ത് ഈ സദഖയിലൂടെ വലിയ വിജയം നൽകണേ അല്ലാഹ്.
മാഹിം പാനൂര് 5 കസേര ഇനിയുണ്ടല്ലോ. 5 കസേരക്ക് ഇനിയുണ്ട്. സാധാ 5 കസേരയായിരുന്നു ഞാൻ പറയായിരുന്നു. അങ്ങനെ മനസ്സിൽ കൊതിച്ചിരിക്കുന്ന ഒരുപാട് പുരുഷന്മാർ ഇവിടെ ഉണ്ട്. സ്ത്രീകൾ അപ്പുറത്തും മറക്കപ്പുറത്തുണ്ട്. ഒന്ന് പോയി നോക്കണം. ആളുണ്ട്. നാസറ തൃക്കുന്നപ്പുഴ 5 കസേര അല്ലേ? 5 കസേരയുടെ ഒന്നുകൂടെ ഒന്ന് പറയും. നിങ്ങളൊന്ന് നടുക്കൂടെ നടന്ന്. നിങ്ങളുടെ പേര് സിയാ സാഹിബ് നമ്മളെ ക്ഷണിക്കാൻ വന്ന വ്യക്തി കൂടിയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ഉമ്മയുടെ കാല് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു. മകന് ഈ സദസ്സിലുണ്ട്. 5 കസേര ഉമ്മാക്ക് വേണ്ടി, ആഫിയത്തിന് വേണ്ടി. ഉമ്മയുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എത്രയോ സ്നേഹമുള്ള മകനാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഉമ്മയോടുള്ളതാകുന്ന അടങ്ങാത്ത സ്നേഹവും അനുരാഗവും എത്ര പറഞ്ഞാലും മതിയാവില്ല. ചെറുപ്പക്കാരാ, ഈ വിനീതം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാതാപിതാക്കളുമായി പറഞ്ഞത് യൂട്യൂബിലുണ്ടെന്ന് കേൾക്കണേ. പെങ്ങളെ, മാതാപിതാക്കളെ മറന്നുകൊണ്ട് ഒളിച്ചോടാൻ വേണ്ടി നിൽക്കുന്ന സഹോദരിമാരെ, ആ പ്രസംഗമൊന്ന് ശ്രദ്ധിക്കണേ. ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കാൻ ഉപകരിക്കും. അല്ലാഹു ഒരു മകൻ ഉമ്മാക്ക് വേണ്ടി കൊടുക്കുന്ന സദഖയാണ്. ഓപ്പറേഷൻ ചെയ്ത് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ സിഹത്തിന് വേണ്ടി 5 കസേര നിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ അല്ലാ. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. സിയാ ഉൽ ഹക്ക് വാപ്പാക്ക് വേണ്ടി നമ്മുടെ സെക്രട്ടറിയുടെ ജ്യേഷ്ഠൻ അൽഹംദുലില്ലാ 10 കസേര. മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ. ഖബൂലാക്കണേ അല്ലാ. ബറക്കത്ത് ചൊരിയണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയാക്കണേ അല്ലാ. പാരത്രികമാകുന്ന ലോകത്തെ ഈ സദഖയിലൂടെ വലിയ വിജയം നസീബാക്കണേ അല്ലാ. പറഞ്ഞോളെ, എത്ര സെക്രട്ടറി നമ്മുടെ അഷ്റഫ് സാഹിബ് സമദ് സാഹിബ് നമ്മളെ മുമ്പ് വാതിനൊക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ്. അബ്ദുൽ സമദ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കൾക്ക് നല്ല ഭർത്താക്കന്മാരുണ്ടാകാൻ വേണ്ടി 5 കസേര. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. അല്ലാഹു നീ ഖൈർ നൽകണേ അല്ലാ. അബ്ദുൽ സമദ് എന്ന സഹോദരന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. ആബിദീങ്ങൾ ചേർക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ മക്കളാക്കണേ അല്ലാ. സൽ സ്വഭാവികളാക്കണേ അല്ലാ. ഖൈറായ ഇണകളെ തുണകളെ നീ നസീബാക്കണേ അല്ലാ. സാമ്പത്തിക ഭദ്രത കൊടുക്കണേ അല്ലാ. എല്ലാ നിയത്തുകളും സാധൂകരിക്കണേ അല്ലാ. കോയക്കുട്ടിക്കാണ് അസുഖം മാറാൻ വേണ്ടി മകൻ 10 കസേര. അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. അങ്ങനെ കൊടുക്കൻ. നമ്മുടെ വാപ്പ ഉമ്മ ജീവിച്ചിരിക്കുന്നവർക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തിനാ സഹോദരങ്ങൾ ഈ പിടിച്ചു വെക്കുന്നത്? 5 കസേര എന്ന് പറയുമ്പോൾ എത്രയുള്ളത്? 1500 രൂപയാണ്. സ്ത്രീകളൊക്കെ കൊടുക്കും. ഈ ആഴ്ച ഫേഷ്യൽ ചെയ്യണ്ടെന്ന് വെച്ചാൽ മതിയല്ല. 2000 രൂപ 3000 രൂപയുടെ ഗോൾഡൻ ഫേഷ്യൽ ചെയ്തിട്ട് മിനിങ്ങി നടക്കുന്നവരെ ഈ ആഴ്ചത്തെ ഫേഷ്യൽ ഒന്ന് മാറ്റി വെക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ. ഖബൂലാക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. പാരത്രികമാകുന്ന ലോകത്ത് ഈ സദഖയിലൂടെ വലിയ വിജയം നസീബാക്കണേ അല്ലാ. ഉപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഉപ്പാക്ക് വേണ്ടി നൽകിയ സഹോദരന്റെ സദഖ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ.
ഒരു മകൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ 5 കസേര. അൽഹംദുലില്ലാഹ്. എത്രയായി? തീരാറായോ? 200 കസേര ആകുന്നുണ്ടോ? എണ്ണം നോക്കണം. അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയാക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ. നാളെ ശുഹദാക്കളോടൊപ്പം ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബഹുമാനപ്പെട്ടതാകുന്ന ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ശുഹദാക്കളോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നാസർ കിഴക്കേക്കര 5 കസേര, ബഷീർ തൃക്കുന്നപ്പുഴ 5 കസേര, കൊച്ചുമോൻ PK 10 കസേര. പിന്നെ ആരവര് വന്നു? കൊച്ചുമോൻ PK മാഷാ അല്ലാഹ്, അദ്ദേഹം 10 കസേര നൽകിയിട്ട് പ്രത്യേകമായി ചില നിയ്യത്തുകൾ അല്ലാഹു ആ നിയ്യത്തുകളൊക്കെ സാധൂകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. സുറൽ മുസ്തഫ വസിദ് ഇഖാമതൻ ബിഹി സുറത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാലി സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയെ സ്വീകരിക്കണേ അല്ലാ. പാരത്രികമാകുന്ന ഈ ലോകത്ത് വലിയ വിജയം നസീബാക്കണേ അല്ലാ.